ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഒരു ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്നത്തെ റീഡിംഗ് ഒരു പ്രത്യേക തരം റീഡിംഗ് ആണ്. ഓക്കെ, നിങ്ങളുടെ ജസ്റ്റ് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്ന രീതിക്കാണ്. ഓക്കെ, അതിനെ ഞാൻ ഒരു ഡിഫറെൻ്റ് ഒരു സ്പ്രെഡ് ആയിട്ടാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങൾ ആൻഡ് അതിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് എന്താണ്, ആൻഡ് നിങ്ങളുടെ മനസ്സിൽ ഉപബോധ മനസ്സിൽ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ആൻഡ് ഫ്യൂച്ചർ എല്ലാം നോക്കും. ഓക്കെ, ഞാനിത് ഓരോ കാർഡ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു പോവാം. ഓക്കെ, ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻസ് ആൻഡ് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് എന്ന രീതിക്ക് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ജനറൽ ആയിട്ടാണ് എടുക്കുന്നത്, ടൈം ലിമിറ്റ് ഇല്ല. ഓക്കെ, സോ ഇത് ചിലപ്പോൾ ഇപ്പം നടക്കാം, ഈ അടുത്ത് തന്നെ നടക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്യൂച്ചറിലേക്ക് ആയിരിക്കാം. സോ ഇത് ഞാൻ എപ്പോഴും ഓപ്പൺ ആക്കി വെക്കുകയാണ്. എത്ര സമയത്തിനുള്ളിൽ വേണമെങ്കിൽ നിങ്ങൾ എപ്പോൾ ഈ റീഡിംഗ് കാണുന്നോ, നിങ്ങൾക്ക് എപ്പോൾ ഇത് റെസനേറ്റ് ആയിട്ട് തോന്നുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ ഓക്കെ ആദ്യം ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോൾ റീസെന്റ് പാസ്റ്റ്, അതായത് ഈ അടുത്ത കാലത്തൊക്കെ നിങ്ങൾക്ക് എന്താ നടന്നത് നോക്കാം. 3 of Swords ആണ്. സോ ഹാർട്ട് ബ്രേക്കിന്റെ കാര്യം കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു വിഷമം വന്നായിട്ട് കാണുന്നുണ്ട്, ഹാർട്ട് ബ്രേക്ക് വന്നായിട്ട് കാണുന്നുണ്ട്. അതിപ്പോൾ ഏത് തരത്തിലും ആവാം. ഓക്കെ, നിങ്ങളിപ്പോൾ പറയുമ്പോൾ നമ്മൾ മേ ബി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്സിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഫാമിലിയിൽ, ഒക്കെ ജോലി സ്ഥലത്ത് എവിടെയായാലും ശരി, മേ ബി നിങ്ങൾ ചില വേദനകൾ കിട്ടിയിട്ടുണ്ട്, ചില വിഷമങ്ങൾ ആൻഡ് ഹാർട്ട് ബ്രേക്ക് എന്ന രീതിയിലാണ് നമ്മൾ ഈ കാർഡിനെ എടുക്കുക. 3 of Swords വളരെയധികം നിങ്ങൾ പെയിനിലാണ് എന്ന രീതിക്കാണ്. ഓക്കെ, സോ ഇത് റീസെന്റ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ട് നടന്നൊരു സംഭവമായിട്ട്. ഓക്കെ, എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടാവും. ആ കാര്യത്തിൽ നിങ്ങൾക്ക് നല്ലോണം ഹാർട്ട് ബ്രേക്ക്, വിഷമം എന്ന രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്. ലെറ്റ്സ് സീ ഇതിൻ്റെ ഇത് റീസെന്റ് പാസ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ ഈ റീഡിംഗ് കാണുമ്പോൾ. ഓക്കെ, ക്വീൻ ഓഫ് ഫയർ ആൻഡ് ക്വീൻ ഓഫ് എയർ ഉണ്ട്. വെരി ഗുഡ്. ഓക്കെ, ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾ പക്ഷേ അതിൽ നിന്ന് പുറത്ത് വരാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പുറത്ത് വരാൻ ശ്രമിക്കുന്നുണ്ട് ആ ഹാർട്ട് ബ്രേക്ക് എന്ന്. ഇപ്പോൾ നിങ്ങൾ ഐ തിങ്ക് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ദാറ്റ് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുക. ഓക്കെ, ഇനി മുന്നോട്ട് എന്താ ചെയ്യേണ്ടത് എന്ന രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുക. നിങ്ങൾക്ക് ഐഡിയാസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ജോലി സ്ഥലത്താണ്, നിങ്ങൾക്ക് ചില വേദന, ലൈക്ക് ഇപ്പോൾ നിങ്ങൾ ബോസോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലോ എന്തെങ്കിലും പറഞ്ഞു, കൊളീഗ്സ് എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ജോലിക്ക് അപ്രീസിയേഷൻ കിട്ടിയില്ല. ഓക്കെ, അവിടെ നിങ്ങൾക്ക് അവർ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തില്ല എന്ന രീതിക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലിയിലായാലും. ഓക്കെ, ഫാമിലിയിലായാലും ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും വേദനിപ്പിക്കുന്ന തരത്തിൽ പ്രവൃത്തികൾ ഉണ്ടാവാം. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ മറ്റുള്ളവരിൽ നിന്നില്ല, എന്തെങ്കിലും അതുപോലെ അല്ലാതെ നിങ്ങൾക്ക് വേദനകൾ വന്നതായിട്ട്, ഈവൻ റിലേഷൻഷിപ്സിൽ, ബന്ധങ്ങളിൽ, ഫ്രണ്ട്ഷിപ്സിൽ, എല്ലാത്തിലും. ഓക്കെ, നിങ്ങൾക്കൊരു വേദന ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്ന് ഐ തിങ്ക് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ഐഡിയാസ് ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എൻ്റെ ലൈഫ് ഇങ്ങനെ തന്നെ പോയാൽ പറ്റില്ല എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് ചില ഡിസിഷൻ എടുത്ത്, തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് പുറത്ത് വരാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ആക്ച്വലി നിങ്ങൾക്ക് നല്ല കഴിവുള്ള വ്യക്തികളാണ്. സോ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾക്ക് ചില വേദനകൾ വരുമ്പോഴായിരിക്കും നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക, അല്ലേ? ഓക്കെ, ലെറ്റ്സ് സീ. ഇനി ഇതിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് തടസ്സമായിട്ട് എന്താ നിൽക്കുന്നത് നോക്കാം ഞാൻ. കിങ് ഓഫ് എയർ ആണ്. ഇവിടെ തടസ്സമായിട്ട് എനിക്ക് കാണുന്നത് ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി, നിങ്ങൾ ആ പാസ്റ്റ് ഈ ഒരു പെയിന്, ഓക്കെ, നിങ്ങൾക്ക് തന്ന വ്യക്തി, നിങ്ങളിപ്പോഴും അതിൽ സ്റ്റക്കായിരിക്കാം. ഓക്കെ, നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പുറത്തു വരാൻ സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിയെ മേ ബി നിങ്ങൾ എപ്പോഴും കാണുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് അത്ര വേഗം പുറത്തു വരാൻ സാധിക്കില്ല, അല്ലേ? ആൻഡ് അവർ പറഞ്ഞ വാക്കുകൾ ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് കാണാം. ആൻഡ് ചിലപ്പോൾ അത് ഓഫീസിലൊക്കെ ആണെങ്കിൽ ബോസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കൊളീഗ്സും ആവാം. ഓക്കെ, ആരെങ്കിലും കൂടെ ജോലി ചെയ്യുന്നവരും ആവാം, അല്ലെങ്കിൽ വീട്ടിലായാലും ശരി, ഹസ്ബൻഡോ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് അങ്ങനെ എടുക്കാം. സോറി, ഞാൻ ജെൻസ് ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു മാത്രം. ഹസ്ബൻഡോ വൈഫോ ആവാം, രണ്ടും ആവാം, പാരൻസ് ആരെങ്കിലും ആവാം. ഓക്കെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ചിലപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ എന്തെങ്കിലും വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്ത് കാണാം. ആൻഡ് ഇവിടെ അത് നിങ്ങളുടെ ഐ തിങ്ക് അവർ വീണ്ടും വീണ്ടും നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. സോ ഐ തിങ്ക് നിങ്ങൾക്ക് ഹീലാവാൻ നിങ്ങൾ ശ്രമിക്കുമ്പോഴും ഐ തിങ്ക് അത് സാധിക്കുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ, അതായത് നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ മൈൻഡിൽ എന്താ കിടക്കുന്നത് നോക്കാം. 8 of fire, 3 of fire. ആക്ച്വലി നിങ്ങൾക്ക് തിരിച്ച് ആൻസർ കൊടുക്കാനാണിത്. നിങ്ങൾ ഐ തിങ്ക് ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫാസ്റ്റ് മൂവിങ് എനർജി എന്ന രീതിക്ക് പറയാം. പ്ലാനിങ് കാണുന്നുണ്ട്, നൈറ്റ് ഓഫ് എയർ ഉണ്ട്. മേ ബി നിങ്ങൾക്ക് ആക്ച്വലി നല്ല ദേഷ്യം വരുന്നുണ്ടാവാം.
ഓക്കെ, ദേഷ്യം വരുന്നുണ്ടാവാം. ആക്ച്വലി നിങ്ങൾ തമ്മിൽ മേ ബി ഈ ഒരു വാക്കുതർക്കങ്ങൾ നടക്കുന്നുണ്ടാവാം. സോ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും. നിങ്ങളുടെ മനസ്സിൽ ഐ തിങ്ക് കിടക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയോ അവരോട് പറയാനുണ്ട്. ഓക്കെ, ബട്ട് ഐ തിങ്ക് നിങ്ങളത് പറയാൻ മേ ബി പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് ഓക്കെ ഇങ്ങനെ എടുക്കാം. ഓക്കെ, ഐ തിങ്ക് നിങ്ങളിവിടെ നിങ്ങൾക്ക് അവരോട് എന്തൊക്കെയോ പറയാനുണ്ട്. ഇവർ വേദനിപ്പിച്ചതിനോ നമ്മൾ കുറേ വേദനകൾ അനുഭവിച്ച് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചും നമ്മൾ പറയാൻ തുടങ്ങും, റിയാക്ട് ചെയ്ത് തുടങ്ങും അല്ലേ. സോ മേ ബി നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുണ്ട് ആൻഡ് ഐ തിങ്ക് നിങ്ങൾ അതിന് വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ്. ഓക്കെ, അവരെ കണ്ടാൽ ഞാൻ ഇങ്ങനെ പറയും അല്ലെങ്കിൽ അങ്ങനെ പറയും, അവർക്ക് ആ ആൻസർ കൊടുക്കണം ഈ ആൻസർ കൊടുക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങൾ അതിനുള്ള വഴികൾ ആലോചിക്കുന്നുണ്ട്. ഇവരോട് തിരിച്ചല്ലെങ്കിൽ മേ ബി റിവെഞ്ച് എടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ അവരോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ചിട്ട് ഇതൊക്കെ അവരെ കാണുമ്പോൾ ഇങ്ങനെ എനിക്ക് പറയണം അങ്ങനെ പറയണം, അല്ലെങ്കിൽ അവരോട് സംസാരിച്ച് എങ്ങനെ പറയണം എന്ന രീതിക്കൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ, സോ ഇവിടെ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട് നിങ്ങളുടെ മൈൻഡിൽ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു പ്ലാനിങ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരോട് ഇങ്ങനെ പറയണം അല്ലെങ്കിൽ അങ്ങനെ പറയണം, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവാം. ഈ വേദനിപ്പിച്ച വ്യക്തിയോട് മുമ്പിൽ ഒന്ന് അവരെ ഫേസ് ചെയ്ത് നിന്നിട്ട് അവരോട് നേരിട്ട് ഇത് പറയണം എന്ന് ആലോചിക്കുന്നുണ്ടാവാം ചില കാര്യങ്ങൾ. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ്, പ്ലാനിങ് ഉണ്ട്. സോ ഐ തിങ്ക് നിങ്ങൾ അവരോട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആൻഡ് അത് സംസാരിക്കുമ്പോൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഓക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ അവരോട് എന്തെങ്കിലും ചീത്ത പറയുക അല്ലെങ്കിൽ അവർ ദേഷ്യപ്പെടുക. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ദേഷ്യം ഉണ്ടാവാം. ആ ദേഷ്യങ്ങൾ മുഴുവൻ പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ ഇതെല്ലാം ഏത് സിറ്റുവേഷനാണോ നിങ്ങൾക്ക് ഉള്ളത് അതുപോലെ എടുക്കാം കേട്ടോ. എൻ്റെ എല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല, അങ്ങനെയും മനസ്സിലാക്കാം. ഓക്കെ, പക്ഷെ ഇനി നിങ്ങളിനി മുന്നോട്ട് നിങ്ങൾക്ക് ഓക്കെ ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ബട്ട് ഓക്കെ നിങ്ങൾ ചിലപ്പോൾ ഇതിൽ നിന്ന് പക്ഷെ ഇവിടെ പ്രസൻസ് ഇതിലൊക്കെ എനിക്ക് കാണുന്നത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ സ്വന്തം കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ സ്വന്തം ഒരു എബിലിറ്റീസ് മനസ്സിലാക്കി കഴിവുകൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഇനി മുന്നോട്ട് എന്താണ് നിങ്ങൾക്ക് ആഗ്രഹം, നിങ്ങളുടെ ഒരു ഗോൾ എന്താണ്? ഓക്കെ, നിങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹമുള്ളത് നോക്കാം. യെസ് 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 ഓക്കെ, 8 of Cups നിങ്ങൾക്ക് ഇതിൽ നിന്ന് വോക്ക് അവേ ചെയ്യാനാണ് ആഗ്രഹം. ഓക്കെ, ഇത് പറയണം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ആ ദേഷ്യം കൊണ്ട് നമ്മൾ ചിന്തിക്കില്ലേ. ഓക്കെ, നമ്മൾ ലൈക്ക് എന്നെ വേദനിപ്പിച്ച ആളോട് ഞാൻ അവരെ ഒന്ന് കാണട്ടെ എന്നിട്ട് വേണം എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എന്ന് പറയില്ലേ. ആ തരത്തിൽ മനസ്സിലുണ്ട്, ബാക്ക് ഓഫ് ദ മൈൻഡ് നിങ്ങൾക്ക് ഇതുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ സിറ്റുവേഷൻ ടോട്ടലി പിന്നിൽ ഉപേക്ഷിച്ച് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയായാലും ശരി, എനിക്കിനി ഒന്നും പറയുകയും വേണ്ട, ആരോടൊന്നും ചെയ്യുകയും വേണ്ട. നിങ്ങളിവിടെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അബൻഡൻസിൽ നിങ്ങളുടെ ഒരു ഇൻഡിപെൻഡൻസിൽ നിൽക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ വളരെ നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കിയാണെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്ത് നിങ്ങളുടെ സ്വന്തം ഒരു ലൈഫ് ബിൽഡ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുന്ന പോലെയാണ്. ആൻഡ് അതിനുവേണ്ടി നിങ്ങൾ വോക്ക് അവേ ചെയ്യാൻ തയ്യാറാവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. എനിക്ക് പിന്നിലെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആക്ച്വലി നിങ്ങളുടെ മനസ്സിൽ അതാണ് നിങ്ങളുടെ ഗോൾ. ഓക്കെ, ദാറ്റ് മേ ബി പറഞ്ഞ ശേഷം മുന്നോട്ട് പോകാനായിരിക്കാം, അല്ലെങ്കിൽ ഐ തിങ്ക് എന്തായാലും ശരി ഇതിലുള്ള ഈ സിറ്റുവേഷൻ തന്നെ ഓക്കെ നിങ്ങൾക്ക് വിട്ടുകളയണം, ലെറ്റ് ഗോ ചെയ്യണം, എന്നിട്ട് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണം എന്ന രീതിക്കാണ് നിങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഒരുപാട് നിങ്ങൾക്കത് സ്ട്രെസ് തരുന്നുണ്ട്, നിങ്ങൾക്ക് വേദന തന്നിട്ടുണ്ട്, എന്ത് തന്നെ ആയാലും ശരി. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ഒരു വ്യക്തി ആവണമെന്നില്ല, ഒരു വ്യക്തി ബോസ് ആവാം, വീട്ടിലാവാം, ഇവിടെ ഫാമിലിയിലാവാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചത്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നിങ്ങളെ വിഷമം തരുന്ന കാര്യങ്ങൾ. ഓക്കെ, അതിനെല്ലാം നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കാനാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഓക്കെ, നിങ്ങൾക്ക് എന്താ വരാൻ പോകുന്നത് നോക്കാം. വാവ്, ഈസ് ഓഫ് എർത്ത്. ആൻഡ് ഓക്കെ, ഇത് അഡ്വൈസ് ആയിട്ടാണ് ഞാൻ എടുത്തത്. ഇവിടെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഓക്കെ നിങ്ങളിത് വോക്ക് അവേ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത് അബണ്ടൻസ് ആണ്. ഏസ് ഓഫ് പെൻഡിക്കിൾസ് ആണ്. ഏസ് ഓഫ് പെൻഡിക്കിൾസ് നമുക്ക് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ഒരു ജോലി, പുതിയൊരു കരിയർ, മണി അബണ്ടൻസ് എന്ന് വിളിക്കാം. എന്തെങ്കിലും പുതിയതായിട്ടൊരു തുടക്കം വരുന്ന പോലെ, നിങ്ങൾക്കൊരു പുതിയ ഓഫർ കിട്ടുന്ന പോലെ. ചിലപ്പോൾ ജോലിയിലാണെങ്കിൽ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇത് വിട്ടുമാറി നിങ്ങളൊരു പുതിയ ഇത് ഞാൻ ഈ പറഞ്ഞതൊക്കെ ജോലി സ്ഥലത്തിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് വിട്ടുമാറി വേറൊരു ജോലിക്ക് പോകുന്നതായിരിക്കാം. ഫാമിലിയിലായാലും ശരി ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്ത് തുടങ്ങി. ഇവിടെ ഓൾറെഡി ഞാൻ പ്ലാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. സോ നിങ്ങളിവിടെ വേറെ ഇത് വിട്ടുമാറി, നിങ്ങൾ ഇവിടുന്ന് എല്ലാം വിട്ടുമാറി മേ ബി ചിലപ്പോൾ ഫാമിലി വിട്ട് കുറച്ച് കാലം നിൽക്കാനൊക്കെ പ്ലാൻ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നായാലും അതിൽ നിന്നൊക്കെ എല്ലാം എന്താണോ നിങ്ങളെ ഇതുവരെ വിഷമിപ്പിച്ചത് അതിൽ നിന്ന് നിങ്ങൾ മാറിയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇവിടെ ഒരു പുതിയ അബണ്ടൻസ് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. പുതിയ തുടക്കങ്ങൾ വരുന്നതായിട്ട് പറയാം. ഫൈനാൻഷ്യൽ അബണ്ടൻസ് ഇവിടെ ഉണ്ട്, ചിലപ്പോൾ ജോലിയുടെ കാര്യത്തിൽ, കരിയറിൻ്റെ കാര്യത്തിൽ. ആൻഡ് ഇവിടെ അഡ്വൈസ് ആയിട്ട് പറയുമ്പോൾ നിങ്ങളോട് പറയുന്നത് അവനവനിലേക്ക് നോക്കുക നിങ്ങൾ. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ ഉള്ളിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിക്കും ഇതും ഒരു ഒറ്റപ്പെടൽ എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, നമ്മളെല്ലാം പിന്നിൽ ഉപേക്ഷിച്ച് പോവുകയാണ്. സോ തനിച്ചാണ് പോകുന്നത്. ഇവിടെയും തനിച്ചാവുന്ന ഒരു ഇഫക്റ്റ് ആണ് കാണുന്നത് എനിക്ക്. ബട്ട് ഇവിടെ നിങ്ങൾ അങ്ങനെ തനിച്ചാവുമ്പോഴും അത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളൊരു സമയം കിട്ടും.
ഓക്കെ, നിങ്ങൾക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉള്ള ഒരു സമയം കിട്ടും. നിങ്ങൾ അവനവനെ മനസ്സിലാക്കാനായാലും ശരി, ഈ സിറ്റുവേഷൻസ് മനസ്സിലാക്കാനായാലും ശരി, ഓക്കെ, അവിടെ എന്താണ് മാറ്റം വരുത്തേണ്ടത്, എങ്ങനെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത് എന്നൊക്കെ നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് കുറച്ച് സമയം എടുക്കാം. നിങ്ങൾ കുറച്ച് സമയം എടുത്ത് തനിച്ചിരുന്ന് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, ഓക്കെ, നിങ്ങൾ അത് പക്ഷെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലത് വരും ചെയ്യുന്നുണ്ട്, ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നുണ്ട്. പക്ഷെ മേ ബി നിങ്ങളൊന്ന് ഹീൽ ആവേണ്ടതുണ്ടാവാം, അങ്ങനെയും പറയാം. ഓക്കെ, നിങ്ങളൊന്ന് ഹീലിങ്ങിന് വേണ്ടി കുറച്ച് സമയം എടുക്കുക. ഈ വേദനിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് പുറത്തു വരാൻ സാധിക്കണമെങ്കിൽ ഒന്ന് ഹീൽ ആവണം, അല്ലേ? സോ ആ ഒരു ഹീലിംഗ് നടക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും. ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് ഓൾറെഡി നിങ്ങൾ കുറേ ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങൾ അവനവനെ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ലത് എന്താണ് നല്ലതല്ലാത്ത എന്താണ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വാക്ക് അവേ ചൂസ് ചെയ്യുന്നത്. ഇത് ഏറ്റവും നല്ലൊരു സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അതിനെ നമ്മൾ ആക്ച്വലി ഇതൊന്നും പറയാൻ പോയിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, അത് മനസ്സിലാക്കാൻ നിങ്ങൾ അവരോട് എന്തെങ്കിലും പറയണമെന്ന് നിങ്ങളെ മനസ്സിലാഗ്രഹമുണ്ട്, എനിക്കറിയാം. ബട്ട് അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരെ ആരോടും നമുക്കൊന്നും പ്രൂവ് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം. ഓക്കെ, സോ അത് ചെയ്യുമ്പോൾ നിങ്ങൾ അവനവനെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ നല്ലത് വരുന്നുണ്ട്. ബിക്കോസ് നിങ്ങളുടെ കഴിഞ്ഞ പറഞ്ഞ ഓൾറെഡി കഴിവും പൊട്ടൻഷ്യലും ഉണ്ട്. നിങ്ങൾക്ക് അത് വെച്ച് ചിലപ്പോൾ നല്ലത് നിങ്ങൾക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നല്ല ബ്ലെസ്സിങ് ആയിട്ട് വരും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, വൺ ലാസ്റ്റ് കാർഡ് നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിലേക്ക് ഔട്ട്കം എന്ന രീതിക്ക് പറയാം. ഈസ് വാവ്, വെരി ബ്യൂട്ടിഫുൾ സ്ട്രെങ്ത് കാർഡ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പം നിങ്ങളോട് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെയധികം സ്ട്രെങ്ത് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, ഇന്നർ സ്ട്രെങ്ത് ഉണ്ട് നിങ്ങളുടെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ കഴിവുകളുണ്ട് എന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ലൈക്ക് എന്താണോ വേണ്ടത് അത് നേടിയെടുക്കാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ബി ബോൾഡ്, ഓക്കെ, ബി കറേജിയസ്. ഓക്കെ, നിങ്ങളത് ചെയ്ത് നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ആ സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക എന്ന രീതിക്കാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ പോവും, അങ്ങനെ തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, ഈ പാസ്റ്റിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിവിടെ ഓൾറെഡി ഏസ് ഓഫ് പെന്റക്കിൾസും പറഞ്ഞു. മണി വൈസ് ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ലൈഫ് തന്നെ ഒന്ന് സ്റ്റേബിൾ ആവും. ഓക്കെ, ഇവിടെ ഈ വേദനകളും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരാതിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ധൈര്യം വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് നല്ലത് തീർച്ചയായിട്ടും വരുമെന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് അഷ്വറൻസ് തരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് കുറച്ച് അഡ്വൈസ് കാർഡ്സ് കൂടി എടുക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, ഇവിടെ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്താണ് നിങ്ങൾക്ക് വരുന്നത് നോക്കാം. ഒറക്കിൾ കാർഡ്സ് മെസ്സേജസ്. ഓക്കെ, ദ ഡിസോൺഡ് സെൽഫ്, ദ ഡിവൈൻ ഫെമിനൈൻ, വാവ് ഓസം, കവനന്റ്, സീക്രട്ട് കോൺട്രാക്ട്, വാച്ചേഴ്സ്, ട്രാൻസ്പേഴ്സണൽ. ഈ ഡെക്ക് കുറച്ച് വിയേർഡാണ്, സാരല്ലേ. ദ ക്രോസിംഗ് ആൻഡ് കമ്പാഷൻ. ഓക്കെ, വെരി നൈസ്. മൂവിങ് ഔട്ട് ഓഫ് സ്റ്റാഗ്നേഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ആൻഡ് ട്രാൻസ്മ്യൂട്ടിങ് പെയിൻ. യെസ്, നിങ്ങളുടെ ഹാർട്ട് ബ്രേക്കിൻ്റെ കാർഡ് നമ്മൾ ഫസ്റ്റ് തന്നെ വന്നില്ലേ. ആ പെയിന് നിങ്ങൾ യൂസ് ചെയ്യാൻ പോവാണ്. ആ പെയിന് നിങ്ങളുടെ സ്ട്രെങ്ത് ആക്കി മാറ്റാനാണ്. ഓക്കെ, എപ്പോഴും സ്ട്രെങ്ത് എപ്പോഴും നമുക്ക് എങ്ങനെയാണ് വരുന്നത്, നമുക്ക് ധൈര്യം എങ്ങനെയാണ് വരുന്നത്, നമ്മൾ കുറേ പെയിൻ അനുഭവിച്ച് കഴിയുമ്പോൾ, ഓക്കെ, കുറേ വേദനകൾ നമ്മളെ അനുഭവിച്ച് നമുക്ക് അവസാനം മടുക്കുമ്പോണ്ടല്ലോ ഒരു ധൈര്യം അങ്ങോട്ട് വരും. ഇനി എന്ത് വന്നാലും ഞാൻ നേരിട്ടോളാം എന്ന രീതിക്ക് ഒരു ധൈര്യം വരും. ഓക്കെ, ആ രീതിക്കാണ് ഈ സ്ട്രെങ്ത് വരുന്നത് നമുക്ക് എപ്പോഴും. നമ്മൾ അങ്ങനെ പക്ഷെ വേദന അനുഭവിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനുഭവിച്ച് നമ്മൾ പലതും പഠിക്കുകയാണ്. അങ്ങനെയാണ് ആ സ്ട്രെങ്ത് ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങളുടെ വേദനകളെ നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, ആ വേദനകളിൽ നിന്ന് നിങ്ങൾ എന്താ പറയുക, പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഈ സിറ്റുവേഷൻ എന്നെ എന്താ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. ഓക്കെ, അതിനുശേഷം അത് നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട് മാറും. അങ്ങനെയാണ് ഉണ്ടാവാറ്. അതന്നെ ആക്ച്വലി അതുള്ള കാര്യമാണ്. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾ റിയലൈസ് ചെയ്യും. ഓക്കെ, ഇവിടെ മൂവിങ് ഔട്ട് ഓഫ് സ്റ്റാഗ്നേഷൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും സ്റ്റക്ക് ആയിരുന്നിരുന്നെങ്കിൽ അതിനെ വിട്ട് മാറി നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് വേറെ നല്ലത് വരുന്നുണ്ട്. ഓക്കെ, കാരണം അത് നിങ്ങളെ തടഞ്ഞു വെക്കുകയായിരുന്നു, നിങ്ങളുടെ ഗ്രോത്തിൽ നിന്ന് തടഞ്ഞു വെക്കുകയായിരുന്നു. ഇത്രയും കാലം നിങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷനിലായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് നല്ലതല്ലാത്ത സിറ്റുവേഷൻസ് ആയിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതായിരുന്നില്ല. ആൻഡ് അതിൽ നിന്ന് നിങ്ങളിപ്പോൾ പുറത്ത് വരുമ്പോൾ, ഓക്കെ, നിങ്ങൾ വിട്ടു പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ നല്ലത് വരുമെന്നാണ്. ഓക്കെ, ഇവിടെ ഡിസോൺഡ് സെൽഫ് ഉണ്ട്. മേ ബി നിങ്ങൾ കുറച്ച് കാലം ഒന്ന് തനിച്ചാവുന്നതായിട്ട് പറയാം നമുക്ക്. ഓക്കെ, നിങ്ങൾക്ക് തോന്നാം that ആരും ഇല്ല നിങ്ങളുടെ കൂടെ, നിങ്ങൾ തനിച്ചായി പോയോ എന്ന രീതിക്കൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് അല്ലെങ്കിലും ആരും ഇല്ല എപ്പോഴും.
ഓക്കെ, ഒരിക്കലും ആരും ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങൾ തന്നെയുള്ളൂ, അവനവൻ തന്നെയുള്ളൂ. നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ യൂസ് ചെയ്യുക. ആൻഡ് യൂണിവേഴ്സ് ഉണ്ടാവും, ദൈവം ഉണ്ടാവും, ഭഗവാൻ ഉണ്ടാവും, ഈശ്വരൻ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ വിശ്വസിക്കുന്ന ആരാണോ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അല്ലാതെ വേറെ ആരെയും നമ്മൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, സോ അവനവനെ നിങ്ങൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക, നിങ്ങൾ തന്നെ കെയർ ചെയ്യുക. ഓക്കെ, ഡിവൈൻ ഫെമിനൈൻ എനർജിയിലേക്ക് നിങ്ങൾ വരിക. ഡിവൈൻ ഫെമിനൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഫെമിനൈൻ എന്നല്ല എടുക്കേണ്ടത്, ലേഡീസ് എന്നല്ല എടുക്കേണ്ടത്, നിങ്ങളുടെ തന്നെ സ്വയം ലൈക്ക് ഒരു സ്പിരിച്വൽ ഗ്രോത്ത് രീതിക്ക് എടുക്കാം. നിങ്ങൾ അവനവനെ ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് പറയാം. ഓക്കെ, ആക്ച്വലി ഈ വുമണിൻ്റെ ഒരു കഴിവ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യാൻ വളരെ ലൈക്ക് കഴിവുകൾ. അത് ജെൻസിനെ ഞാൻ താഴ്ത്തി പറയുന്നതല്ല, ഇതൊരു ഫാക്റ്റാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു ലേഡീസിൻ്റെ ഒരു കഴിവാണത്. ഓക്കെ, സോ അവിടെ ആ ഒരു ക്യാരക്ടറിലേക്ക് നിങ്ങൾ വരാനുണ്ട്. ഓക്കെ, നിങ്ങൾ കുറേ എന്താണെന്ന് വെച്ചാൽ ലേഡീസിൻ്റെ മെയിനായിട്ട് ഞാൻ പറയാൻ എന്താ റീസൺ എന്ന് വെച്ചാൽ സോഫ്റ്റും ആയിരിക്കും ഒരു ഭാഗത്ത്. ഓക്കെ, സോഫ്റ്റ് ആൻഡ് കെയറിങ് ആൻഡ് എല്ലാം ഉണ്ടാവും. അതിൻ്റെ ഒപ്പം പക്ഷെ അവരൊരു സ്ട്രെങ്ത്തും കാണിക്കും. എന്തെങ്കിലും സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അവർക്കൊരു സ്ട്രെങ്ത്തും കാണിക്കും. സോ ആ രീതിക്കാണ് ഈ ഡിവൈൻ ഫെമിനൈൻ എന്നുള്ള ഒരു എനർജി ഇവിടെ പറയുന്നത്. സോ നിങ്ങൾ അങ്ങനെ ആവണം എന്നാണ് പറയുന്നത്. ആൻഡ് സീക്രട്ട് കോൺട്രാക്റ്റിൻ്റെ ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ നേരത്തെ പറയില്ലേ, നമ്മൾക്ക് വേണ്ടി ലെസൺസ് ആണ്. ഓക്കെ, യൂണിവേഴ്സായിട്ട് തീരുമാനിച്ചാണ് തരുന്നത്. നിങ്ങൾ ചില കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും എന്നുള്ളത്, ചില അനുഭവങ്ങൾ ഓക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നതാണ്. അത് പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ വാച്ചേഴ്സ് ട്രാൻസ്പേഴ്സണൽ എന്ന് പറയുന്നുണ്ട്. സോ ഒരു തരത്തിൽ മേ ബി എന്താ പറയുക, യൂണിവേഴ്സ് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, ഏഞ്ചൽസ് യൂണിവേഴ്സ് എല്ലാം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് പറയാം. ആൻഡ് ഇവിടെ ദ ക്രോസിങ് ആൻഡ് ഇനീഷ്യേഷൻ. ഓക്കെ, നിങ്ങൾ ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോവാണ്. ഓക്കെ, അതായത് നമ്മൾ പറയില്ലേ, നിങ്ങളിപ്പോൾ നിൽക്കുന്ന ആ ഒരു വേദനയിൽ നിന്ന് ഓക്കെ നിങ്ങൾ അതിനെ ഓവർകം ചെയ്ത് മറികടന്ന് സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഓക്കെ നിങ്ങൾ ശരിക്കും ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഓക്കെ, അതിലേക്ക് കടക്കുന്ന പോലെയാണ് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, നമ്മളൊരു കടമ്പ കടക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇത് കടന്നു പോവുക എന്ന് പറയില്ലേ, ആ ഒരു സമയം കടന്നു പോവുക, ആ ഒരു വേദനയിൽ നിന്ന് നമ്മൾ പുറത്തു വരിക. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് വേറെന്തോ നല്ലത് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ കമ്പാഷൻ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, അവനവനോട് ഒരുപാട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വേദനയും കാര്യങ്ങളും നമുക്ക് എത്രയും വേഗം മറികടക്കണം തോന്നും. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് തൽക്കാലം അവനവനും സമയം കൊടുക്കണം, അവനവനെ സ്നേഹിക്കണം, കെയർ ചെയ്യണം, എല്ലാം വേണം. ഓക്കെ, കാരണം ആരും പെർഫെക്റ്റ് അല്ല. നമ്മൾക്കും നിങ്ങൾ അവനവനെ കുറ്റപ്പെടുത്തരുത് ഒരിക്കലും. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. നിങ്ങൾ അവനവനെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. വേറെ ആരെങ്കിലും കാരണം നിങ്ങൾക്ക് വേദനകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അവനവനോട് പറയുന്നത് നമ്മൾ എന്തോ തെറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചില്ല, എന്തിനാണ് വിശ്വസിക്കാൻ പോയത്, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് സ്വയം നമ്മൾ കുറ്റപ്പെടുത്തും. സോ അത് ചെയ്യരുത്. ഓക്കെ, അവനവനോട് ഒരു സ്നേഹം കാണിക്കുക, കമ്പാഷൻ കാണിക്കുക. പറ്റിപ്പോയി, സാരമില്ല. ഓക്കെ, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി. ഓക്കെ, അത് സംഭവിച്ചു, സാരമില്ല, പോട്ടെ. അതൊരു അവസരമായിരുന്നു, പഠിക്കാനുള്ള ഒരു അവസരമായിരുന്നു. ഇനി നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കും വേണം. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കണം. സോ അത് അങ്ങനെ ഒന്ന് അവനവനെ ഒന്ന് ഇപ്പോൾ കെയറും കൂടി ചെയ്യുക കുറച്ചൊന്ന്. ഓക്കെ, സോ അതിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ക്രോസിംഗ് ആണ് മെയിൻ കാർഡ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ കടക്കാൻ പോകുന്നു. ഓക്കെ, ഈ വേദനയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ വളരെ നല്ലൊരു ഫ്യൂച്ചറിലേക്കാണ് നിങ്ങൾ കടക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്പേഴ്സ് ഇവിടെ എനിക്ക് കാണുന്നത് സ്ട്രെങ്ത് കാർഡിൻ്റെ 11 എനിക്ക് വല്ലാണ്ട് ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ 11 നമുക്ക് എടുത്തേക്കാം. ആൻഡ് ഇവിടെ 46 ഉണ്ട്, 6, 7, 60, 54, 27 ആൻഡ് 15 എടുക്കാം. ഓക്കെ, സോ 10 പറയുമ്പോൾ 10 ആവാം, 1 ആവാം. ഇവിടെ 6, 7 ആൻഡ് അഗെയിൻ 6 ഉണ്ട് ഇവിടെ. ഇവിടെ 9 ആൻഡ് ഇതും 9 ആണ്. ഓക്കെ, സോ 9 ഉണ്ട്, 10 ഉണ്ട്, 10 ആൻഡ് 1 ഉണ്ട്. ഓക്കെ, സോ യെസ് 11 ആൻഡ് 1 ഉണ്ട് ഇവിടെ. സോ 6, 7 ഒക്കെ നമ്പേഴ്സ് ഇവിടെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെയും 6 ഉണ്ടായിരുന്നു. ഓക്കെ, ഇതും 6 ആണ്. 6 ഉണ്ട്. ഓക്കെ, സോ ഇവിടേക്ക് കുറേ ഈ നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും മാച്ച് ആവുക, റെസനേറ്റ് ആവുക ചെയ്യുന്നുണ്ടോ നോക്കാം നിങ്ങൾക്ക്. ഓക്കെ, എന്തായാലും ശരി, നിങ്ങളുടെ ലൈഫിൽ കുറച്ച് മാറ്റങ്ങൾ വരും തീർച്ചയായിട്ടും. പക്ഷെ അതിന് നിങ്ങൾ കൂടി ശ്രമിക്കണം. ഓക്കെ, അതേ സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ ലൈഫ് മുന്നോട്ട് പോവില്ല. ഓക്കെ, നിങ്ങളൊരു സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ പഠിക്കാം. സ്ട്രെങ്ത് ഗെയിൻ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾ തന്നെ ഒരു എഫേർട്ട് എടുത്താൽ പക്ഷെ അതിന് ശേഷം വരുന്ന വളരെ നല്ല ഫ്യൂച്ചറാണ്. ഓക്കെ, സോ ഓൾ ദ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.